രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വല്ലാത്തൊരു സന്തോഷത്തിലാണ് ശിവ. വൈഭവിനൊപ്പം ഇന്ന് വീട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് അവളുടെ മനസ്സ് നിറയെ. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഒരുങ്ങി നേരെ അടുക്കളയിലേക്ക് പോകാനായി താഴെ ഹാളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വാമികയെ അവൾ കണ്ടത്. പതിവിലും നേരത്തെയാണ് ഇന്ന് താൻ എഴുന്നേറ്റതെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവളൊരു ചിരിയോടെ പതിയെ ശബ്ദമുണ്ടാക്കാതെ വാമികയുടെ പിറകിൽ പോയി നിന്നു. കണ്ണുകളടച്ച് ഭഗവാന് മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന വാമികയെ അവൾ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഒരു മുണ്ടും നേരിയതുമാണ് വേഷം. കുളിച്ച് ഈറനായ മുടി കുളിപ്പിന്നൽ കെട്ടി പുറകോട്ടിട്ട് മുടിയുടെ അറ്റം കെട്ടിവെച്ചിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ കാതിലോ കയ്യിലോ ആഭരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആകെയുള്ളത് കഴുത്തിൽ കിടക്കുന്ന ഒരു നേരിയ സ്വർണ്ണ ചെയിനാണ്. അതും സാരിക്കകത്ത് ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ മാലയുടെ അറ്റത്ത് ലോക്കറ്റോ മറ്റോ ഉണ്ടോ എന്ന് അറിയാനും പറ്റില്ല. ഇടയ്ക്ക് ആ നെഞ്ചോരം പറ്റി ഇരുന്നപ്പോഴൊക്കെ കണ്ണുകൾ ആ മാലയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ആ മാല ഒന്ന് വെളിയിൽ കണ്ടിട്ടില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞതും ഇത്തിരി ഭസ്മം എടുത്ത് നെറ്റിയിൽ തൊട്ട് തിരിഞ്ഞപ്പോഴാണ് തനിക്ക് പിന്നിൽ ചിരിയോടെ നിൽക്കുന്ന ശിവയെ വാമിക കണ്ടത്. ഗുഡ് മോർണിംഗ് അമ്മേ. ശിവ ചിരിയോടെ വിഷ് ചെയ്തതും നിറഞ്ഞൊരു പുഞ്ചിരി വാമിക അവൾക്ക് തിരികെ നൽകി. എന്നിട്ട് തിരിഞ്ഞ് താലത്തിൽ നിന്ന് ഒത്തിരി ഭസ്മം വീണ്ടും തൊട്ടെടുത്ത് ശിവയുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. ശിവ കണ്ണുകൾ അടച്ച് അത് സ്വീകരിച്ചതും എവിടെ നിന്നോ ഓടിയെത്തിയ ഒരു നനുത്ത കാറ്റ് അവരെ തഴുകി കടന്നുപോയി. ആ പൂജാ മുറിയിൽ തൂക്കിയിരിക്കുന്ന മണികളിൽ ഒരെണ്ണത്തിലും ആ കാറ്റ് തട്ടി അത് ശബ്ദമുണ്ടാക്കി. ശിവയും വാമികയും ഒരുമിച്ച് ഞെട്ടി നോക്കി. കതകൊന്നും തുറന്നിട്ടില്ലല്ലോ അമ്മേ, പിന്നെ എവിടുന്നാ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനൊരു കാറ്റടിച്ചേ? ശിവ ചുറ്റും നോക്കി സംശയത്തോടെ പറഞ്ഞതും വാമികയുടെ കണ്ണുകളും ചുറ്റും പരതി. അല്ല, ഇന്ന് വീട്ടിലേക്ക് പോകണ്ടേ? പെട്ടെന്ന് വാമിക കൈകൾ കൊണ്ട് തിരക്കി ശിവയോട് ചോദിച്ചു. പിന്നെ വേണ്ടേ, അതിനല്ലേ ഞാൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരിയായി വന്നേക്കുന്നേ. അല്ല, അമ്മ വരുന്നോ എൻ്റെയും ഡോക്ടറുടെയും കൂടെ എൻ്റെ വീട്ടിലേക്ക്? ശിവ എടുത്തു ചോദിച്ചതും വാമികയുടെ മുഖം ഒന്ന് വാടി. പിന്നെ ഒരു ചെറു ചിരിയോടെ ഇല്ലെന്ന് ശിവയ്ക്ക് നേരെ തലയാട്ടി. വന്നൂടെ അമ്മേ, എപ്പോഴും ഈ വീട്ടിൽ തന്നെയല്ലേ അമ്മ, എങ്ങും പോകാറില്ല, ഞാനല്ലേ വിളിക്കുന്നേ? ശിവ വാമികയുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ച് കൊഞ്ചി പറഞ്ഞു. അമ്മ എങ്ങടുമില്ല, എൻ്റെ മക്കൾ സന്തോഷമായിട്ട് പോയിട്ട് വാ. ചെന്ന് നിന്റെ ഡോക്ടറെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഇല്ലേ നിന്റെ ഡോക്ടർ ചെറുക്കൻ ഓടിക്കളയും. ശിവയുടെ കവിളിൽ തലോടി കണ്ണുകളും കൈകളും കൊണ്ട് വാമിക പറഞ്ഞതും ശിവ ചിരിച്ചുപോയി. ശബ്ദമില്ലെങ്കിലും അമ്മയുടെ കണ്ണുകളുടെയും കൈകളുടെയും ഭാഷ തനിക്കിപ്പോൾ മനഃപ്പാടമാണ്. തന്നോട് മാത്രമേ ഇത്രയും കളിച്ചു ചിരിച്ചു പാവം സംസാരിക്കാറുള്ളൂ. വാ, ചായ ഇടാം. വാമിക ശിവയെയും പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. ശിവയുടെ ഉണ്ട കണ്ണുകൾ അവരിൽ തന്നെ ഉടക്കി കിടന്നു. മുത്തശ്ശിയിൽ നിന്നും അപ്പമ്മയുടെ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ഓർത്തിരുന്നതാണ് അമ്മയെ എങ്ങനെയെങ്കിലും ഈ വീടിന് പുറത്തൊക്കെ ഇറക്കി പഴയ പോലെയാക്കാൻ ശ്രമിക്കുമെന്ന്. അമ്മയുടെ ഭൂതകാലം എന്താണെങ്കിലും അത് അറിയണം, എന്നിട്ട് അതിൽ നിന്ന് അമ്മയെ വെളിയിൽ കൊണ്ടുവരണം. അവൾ അപ്പോൾ മനസ്സിൽ തീരുമാനമെടുത്തു. ഒരുങ്ങിക്കഴിഞ്ഞ് മുത്തശ്ശിയുടെ അരികെ പോയി അനുവാദം വാങ്ങി തിരികെ റൂമിലേക്ക് വരുമായിരുന്നു ശിവ. ലൈറ്റ് ബ്ലൂ കളർ കുർത്തിയാണ് അവളുടെ വേഷം. ശിവ മുറിയിലേക്ക് കയറി ചെന്നതും കണ്ടത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഷർട്ടിൻ്റെ സ്ലീവ് ടക്ക് ഇൻ ചെയ്യുന്ന വൈഭവിനെയാണ്. ഒരു ബ്ലാക്ക് കളർ സൂട്ടാണ് അവൻ്റെ വേഷം. അത് കണ്ടതും ശിവയുടെ മുഖം കൂർത്തു. അവനിടാൻ വേണ്ടി അവളുടെ കുർത്തിക്ക് ചേരുന്ന കളറിലെ ഷർട്ട് നല്ല വൃത്തിക്ക് അയൺ ചെയ്ത് ബെഡിൽ വെച്ചിട്ടാണ് പെണ്ണ് താഴേക്ക് പോയത്. ആ ബ്ലൂ കളർ ഷർട്ട് കണ്ടില്ലായിരുന്നോ? കണ്ടു. തിരിഞ്ഞു നോക്കാതെ അവൻ്റെ കടുപ്പത്തിലുള്ള മറുപടി. എന്നിട്ടെന്താ അത് ഇടാതിരുന്നേ? എനിക്ക് തോന്നിയില്ല. എന്തേ? കണ്ണാടിയിൽ കൂടെ പിരികമൊന്ന് ഉയർത്തി ഗൗരവത്തിൽ അവൻ വീണ്ടും ചോദിച്ചതും ശിവ അവനെ കൂർപ്പിച്ചു നോക്കി. അല്ലേലും നല്ലത് പിടിക്കത്തില്ലല്ലോ. ഏത് നേരം നോക്കിയാലും ഒരു കറുപ്പ് ഷർട്ട്, കറുപ്പ് പാൻറ്, കറുപ്പ് കോട്ട്. ഇങ്ങേരെന്താ വല്ല കറുത്ത ഭാവനും ഉണ്ടായതാണോ? അടക്കത്തിന് പോയാലും കല്യാണത്തിന് പോയാലും ഒക്കെ ഒരു കറുത്ത കോട്ടിട്ടോളും, ഒരുമാതിരി ഇംഗ്ലീഷ് പടത്തിലെ വില്ലന്മാരെ പോലെ. ശിവ ദേഷ്യത്തിൽ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ചുണ്ട് കൂട്ടി പിറുപിറുത്തു. വല്ലതും പറഞ്ഞായിരുന്നോ? പെണ്ണിൻ്റെ പിറുപിറുപ്പ് കേട്ട് വൈഭവ് ഒന്ന് എടുത്ത് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, കോട്ട് സൂട്ടുമൊക്കെ ഇട്ട് കഴിഞ്ഞെങ്കിൽ പോകാമായിരുന്നു എന്നാ പറഞ്ഞേ. മുഖം കറുപ്പിച്ച് പെണ്ണ് വീണ്ടും പറഞ്ഞതും വൈഭവ് കണ്ണാടിയിൽ കൂടി അവളെ ഒന്ന് നോക്കി. ഇപ്പം പൊട്ടും പോലെയാണ് മുഖം വീർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ എപ്പോഴും എല്ലാം നിന്റെ ഇഷ്ടത്തിന് നടന്നാൽ ശരിയാകില്ലല്ലോ പാർട്ണറെ. ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ വൈഭവ് പതിയെ പറഞ്ഞു. പെട്ടെന്നാണ് അവരുടെ റൂമിലേക്ക് അപ്പു ഓടിക്കിതച്ച് കയറി വന്നത്. അവളെ കണ്ട ശിവ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താ അപ്പൂസേ, എന്താ പറ്റിയേ? കണ്ണെല്ലാം ചുവന്നു കലങ്ങി ഇരിക്കുന്നവളെ കണ്ട് ഞെട്ടലോട് ശിവ ചോദിച്ചു. അത് വല്യേട്ടൻ തിരിച്ചു പോവാന്ന് ഏങ്ങലടിച്ചു പറഞ്ഞ് അപ്പു ശിവയുടെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. ഏട്ടൻ പോവാണെന്നോ? എന്താ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ? ശിവ അവളുടെ പിടിച്ചുകൊണ്ട് വൈഭവിന് നേരെ നോക്കി. അവനും അപ്പു പറഞ്ഞത് കേട്ട ഷോക്കിലായിരുന്നു. അപ്പോ? വൈഭവ് അവളെ വിളിച്ചതും അപ്പു ശിവയുടെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കി. അവൻ മേശയിലേക്ക് ചാരി നിന്ന് കൈ നീട്ടി അവളെ വിളിച്ചതും ശിവയിൽ നിന്ന് അകന്നു മാറി വൈഭവിന് നേരെ ഓടി അപ്പു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്താ ശരിക്കും പറ്റിയത്?
പൊതുവെയുള്ള കടുപ്പമാർന്ന അവൻ്റെ സാദാ ശബ്ദത്തിൽ അല്പം സൗമ്യമായി അവൻ അപ്പുവിനോട് ചോദിച്ചു. ഏട്ടനോട് പറഞ്ഞിട്ടിപ്പോൾ സ്കൂളിലേക്ക് പോകാനായി ഇരുന്നതാ. വല്യേട്ടൻ്റെ മുറിയിൽ ചെന്നപ്പോൾ ഏട്ടൻ ഫോണിൽ കൂടി ആരോടോ പറയുന്നത് കേട്ടു. ഞാൻ തിരികെ വരുമെന്നും നാളെ കാലത്തുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ. എന്തിനാ കുഞ്ഞേട്ടാ ഏട്ടൻ നമ്മളെ വിട്ടിട്ട് പിന്നെയും പോകുന്നേ? കുഞ്ഞേട്ടനൊന്ന് പറയൂ ഏട്ടനോട് പോകണ്ടാന്ന്. അപ്പു കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞതും വൈഭവ് ഒന്ന് മൂളിക്കൊണ്ട് അപ്പുവിൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഇന്നെന്താ എക്സാം അപ്പുവിന്? ഹിസ്റ്ററി. മൂക്കൊന്ന് വലിച്ചു വിട്ട് അപ്പു വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ പരീക്ഷയ്ക്ക് പോയിട്ട് വല്യേട്ടൻ നാട് വിട്ടെന്നാണോ എഴുതാൻ പോകുന്നേ? ചുവന്നിരിക്കുന്ന അപ്പുവിൻ്റെ മൂക്കിലൊന്ന് വലിച്ചു വിട്ട് കളിയോടെ അവൻ ചോദിച്ചതും പെണ്ണിൻ്റെ മുഖമങ്ങ് കൂർത്തു. ശിവയും കാണുകയായിരുന്നു ഏട്ടൻ്റെയും പെങ്ങളുകുട്ടിയുടെയും ആ ബോണ്ട്. അഹങ്കാരിയും തന്നിഷ്ടക്കാരനുമായ വൈഭവിന് ആരും കാണാതെ ഒളിഞ്ഞിരിക്കുന്ന വാത്സല്യമാണത്. അയാൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ഒഴുകുന്ന ഒരുതരം സെൽഫിഷ് ലവ്. എന്നെങ്കിലും എന്നെയും ഇങ്ങനെ ഒന്ന് സ്നേഹിക്കുമോ ഡോക്ടറെ? ശിവ ഉള്ളാലെ ആഗ്രഹിച്ചു പോയി. മുഖം കഴുകിയിട്ട് വേഗം എക്സാമിന് പോ. നീ തിരിച്ചു വരുമ്പോഴേക്കും വല്യേട്ടൻ ഇവിടെ ഉണ്ടാവും. ഓക്കേ? ശരിക്കും? വൈഭവ് പറഞ്ഞത് കേട്ട് അപ്പു ആവേശത്തോടെ ചോദിച്ചതും അവനൊരു ചെറുചിരിയോടെ തലയാട്ടി. അപ്പു അവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. ചെല്ലപ്പോ, കുഞ്ഞേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഹാപ്പിയായി പോയി എക്സാം നന്നായി എഴുത്. ശിവ അവളോട് പറഞ്ഞതും അവരെ രണ്ടുപേരെയും ഒന്നുകൂടെ നോക്കിയിട്ട് അപ്പു മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ശിവയും വൈഭവും പരസ്പരം ഒന്ന് നോക്കി. കള്ളമാണോ അവളോട് പറഞ്ഞേ? ശിവ ചോദിച്ചതും അവനൊന്നും മൂളി. വേണ്ടിയിരുന്നില്ല. സാരമില്ല, എക്സാം അല്ലേ ഇന്ന്, അത് നന്നായി അറ്റൻഡ് ചെയ്യണം അവള് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി വൈഭവ്. പുറകെ ശിവയും. പോകാൻ തന്നെ തീരുമാനിച്ചോ? ബാൽക്കണിയിൽ നിന്നിരുന്ന അനിരുദ്ധിൻ്റെ അരികെ ചെന്ന് വൈഭവ് ചോദിച്ചു. എനിക്ക് തിരികെ വരാൻ ഒരു കാരണമുണ്ടായിരുന്നു വിച്ചു. ആ ഒരു കാര്യം ഓർത്ത് ആകുലപ്പെട്ട ഞാൻ വന്നേ. പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ടു, ഞാൻ എന്ത് പേടിച്ചാണോ വന്നേ, ഇനി എനിക്കതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന്. തിരിഞ്ഞു നിന്ന് വൈഭവിനെ നോക്കി ചെറുചിരിയോടെ അനി അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ശിവയായിരുന്നു. വൈഭവിന് ഏറ്റവും അനുയോജ്യമായ കൂട്ട് തന്നെ കിട്ടി എന്ന സന്തോഷത്തിൽ ഇനി തിരികെ മടങ്ങാം എന്നാണ് അനി ഓർത്തത്. നിനക്ക് വേണ്ടിയാടാ തിരികെ വന്നത്. എല്ലാവരെയും ഒന്നുകൂടി കണ്ടു. ഇനി പോകണം എനിക്ക്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും കൊല്ലുവാടാ അവളെന്നെ. വൈഭവിൻ്റെ തോളിൽ പിടിച്ച് അനി പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വൈഭവിനും വേദന തോന്നി. മരണപ്പെട്ട് തിരിച്ചു കിട്ടാത്ത ബോഡികളുടെയും ലിസ്റ്റ് എടുത്തു. അതിൽ ചൈത്ര രാമാനുജൻ എന്ന പേരുണ്ട്. അന്ന് രാജേഷ് പറഞ്ഞത് അവന് ഓർമ്മ വന്നു. ഇനി എന്ത് പറഞ്ഞു നിർത്താനാണ് ഏട്ടനെ? കൊടുക്കാൻ ഒരു ഹോപ്പ് പോലും കയ്യിലില്ല. അടുത്ത നിമിഷം വൈഭവ് അവനെ കെട്ടിപ്പിടിച്ചു ഇറുക്കി പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. നീ വിളിക്കുമ്പോൾ ഏട്ടൻ വരും നിന്നെ കാണാൻ. അതുപോലെ ഇടചേർക്ക. ചിരിയോടെ അവനെ പുണർന്ന് അനി പറഞ്ഞതും അടുത്ത നിമിഷം അവനെ വിട്ടുമാറി കാറ്റുപോലെ പാഞ്ഞു വൈഭവ് ഇറങ്ങിപ്പോയി. വൈഭവ് പോയതും റൂമിന് വെളിയിൽ നിന്ന് ശിവ അകത്തേക്ക് വന്നു. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്, അതാ ചെറുക്കൻ കലിച്ചു പോയത്. ശിവയെ നോക്കി ചിരിയോടെ അനി പറഞ്ഞു. ദേഷ്യമല്ല ഏട്ടാ, സങ്കടമാണ് ആ മനസ്സിൽ. അത് പുറത്തേക്ക് വരുന്നത് ദേഷ്യത്തിലാണെന്നേ ഉള്ളൂ. അതാ ഡോക്ടർക്ക്. നീ എത്ര പെട്ടെന്നാ മോളെ അവനെ മനസ്സിലാക്കിയത്? സത്യം പറയാമല്ലോ, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നീ അവൻ്റെ കൂടെ ഉള്ളതാ എൻ്റെ സന്തോഷം. അതുപോലെ ഏട്ടൻ ഇവിടെ ഉള്ളതാ ഞങ്ങളുടെ സന്തോഷം. പിന്നെ എന്തിനാ ഏട്ടാ ഞങ്ങളെയൊക്കെ വിട്ട് ഇങ്ങനെ പോകുന്നേ? ശിവ ചോദിച്ചതും അനി ഒരു നെടുവീർപ്പിട്ട് ചിരിച്ചു. എനിക്കൊരു സഹോദരനില്ല. പക്ഷേ ഈ കുറച്ച് ദിവസം കൊണ്ട് ഒരു ഏട്ടൻ്റെ സ്നേഹവും വാത്സല്യവും എന്താണെന്ന് ഞാൻ അറിഞ്ഞത് വല്യേട്ടനിൽ നിന്നാ. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ സ്വന്തം ഏട്ടനെ പോലെ കണ്ട് ഞാൻ ചോദിക്കുക, പോവാതിരുന്നൂടെ? അല്ലേൽ പൂജ വരെയെങ്കിലും ഒന്ന് നിന്നൂടെ ഞങ്ങളുടെ കൂടെ? പ്ലീസ് ഏട്ടാ. ശിവ അപേക്ഷ പോലെ അവനോട് കേണതും അനി വല്ലാണ്ടായി. ശരി, ഞാനിനി പൂജ കഴിഞ്ഞേ പോകൂ, പോരെ? അവൻ പറഞ്ഞതും ശിവയുടെ മുഖം വിടർന്നു. താങ്ക് യു ഏട്ടാ. സന്തോഷം വന്ന് അവൾ ചാടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവനും വാത്സല്യത്തോടെ അവളെ തിരികെ പുണർന്നു. എന്നാൽ അവരിരുവരുടെയും ആ നല്ല നിമിഷം മറ്റൊരു ഉദ്ദേശം വെച്ച് ഒരാൾ തൻ്റെ ഫോണിലെ ക്യാമറയിൽ ആരും അറിയാതെ പകർത്തുന്നുണ്ടായിരുന്നു. എന്താണ് വല്യേട്ടന് സംഭവിച്ചത്? ആരാ അത്? ആരുടെ ഓർമ്മകളാണ് ഇങ്ങനെ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ ഏട്ടനെ വേദനിപ്പിക്കുന്നേ? വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വൈഫിനെ നോക്കി അരികിലത്തെ സീറ്റിലിരുന്ന ശിവ ചോദിച്ചു. നവസിലേക്കുള്ള യാത്രയിലാണ് അവർ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു വണ്ടിയിൽ. ഏട്ടൻ്റെ അവസ്ഥ കണ്ട് മടുപ്പ് തോന്നി വൈഫവും. വല്യേട്ടൻ്റെ ഉള്ളിലെ വേദന അവൻ്റെ കണ്ണിൽ കണ്ടതിൻ്റെ അസ്വസ്ഥതയിലായിരുന്നു ശിവ. അതുകൊണ്ട് തന്നെയാണ് വൈഭവനോട് അവൾ തുറന്നടിച്ച് അത് ചോദിച്ചത്. അവനിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എന്തു തന്നെയായാലും അത് താങ്ങാൻ അവൾ തയ്യാറായിരുന്നു. കുറേ നേരത്തേക്ക് വൈഭവ് മൗനം തന്നെയായിരുന്നു. അത് കാണെ ചോദിച്ചത് തെറ്റായി പോയെന്നോർത്ത് ശിവ അവനിൽ നിന്ന് കണ്ണു മാറ്റിയതും ഹി ഹാഡ് എ റിലേഷൻഷിപ്പ്. ഒരു പ്രണയമുണ്ടായിരുന്നു ഏട്ടന് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്. വൈഭവ് പറഞ്ഞു തുടങ്ങി. അത് കേട്ട ശിവ വേഗം അവനിലേക്ക് വീണ്ടും നോട്ടം പായിച്ചു. പാലക്കാട് തേനി ബോർഡറിനടുത്ത് ഞങ്ങൾക്കൊരു തേയിലത്തോട്ടമുണ്ടായിരുന്നു.
അവിടുത്തെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്കിടയിൽ ഒരു സ്ട്രൈക്ക് വന്നു. അന്ന് ആ പ്രശ്നം തീർക്കാൻ മുത്തശ്ശൻ ഏട്ടനെയാ വിട്ടത്. MBA കഴിഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോൾ ഏട്ടൻ. ഏകദേശം 1 വർഷത്തോളം ഏട്ടൻ ആ നാട്ടിലുണ്ടായിരുന്നു. അവിടെ വെച്ച ആ പെൺകുട്ടിയെ കണ്ടത്. അവിടെ ഒരു ഗ്രാമത്തിലുള്ളതായിരുന്നു ആ കുട്ടി. ആ ആളെ പറ്റിയുള്ള വേറെ ബേർഡ്സ് ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഞാനന്ന് അമേരിക്കയില. പിന്നെ എന്താ പറ്റിയേ? ആ കുട്ടി എന്തിയേ? അവർക്കിടയിൽ എന്താ പറ്റിയേ? ബാക്കി അറിയുവാനുള്ള വ്യഗ്രതയിൽ ശിവ അവനോട് ചോദിച്ചു. ഒരു രാത്രി നിർത്താതെ പെയ്ത പേമാരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആ ഗ്രാമം തന്നെ ഒലിച്ചുപോയി. ഒറ്റ രാത്രി കൊണ്ട് കുറേയേറെ ജീവനുകൾ അന്ന് പൊലിഞ്ഞുപോയി. കൂടെ ആ പെൺകുട്ടിയും. വൈഭവ് പറഞ്ഞു നിർത്തിയതും ശിവ ഞെട്ടലോടെ വായിൽ കൈപൊത്തിപ്പോയി. ഞൊടി നേരം കൊണ്ട് അവളുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. ആ ഷോക്കിൽ നിന്ന് ഒരു റിലീഫ് ഇതുവരെ ഏട്ടനും ഉണ്ടായിട്ടില്ല. ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനാ ഇങ്ങനെ ഒഴിഞ്ഞുമാറി നിൽക്കുന്നത്. പറഞ്ഞുകൊണ്ട് വൈഭവ് അവളെ നോക്കി. സങ്കടം വന്ന് കണ്ണെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ശിവ. അനിയുടെ പ്രണയത്തെപ്പറ്റിയും അന്ന് സംഭവിച്ചത് മുഴുവനായി ശിവയോട് പറയാൻ അവന് തോന്നിയില്ല. തൻ്റെ ഏട്ടനെ മറ്റൊരു രീതിയിൽ ശിവാമി അറിയരുതെന്ന് വൈഭവിന് തോന്നി. കേട്ടോ ഏട്ടാ, അമ്മ പറയുന്നേ, പൂജ കഴിഞ്ഞ് അന്ന് തന്നെ ശിവാമി മോളുടെ വീട്ടുകാരൊക്കെ ഉള്ളപ്പോൾ തന്നെ വളയിടുന്ന ആ ചടങ്ങ് നടത്താമെന്നാ. അത് കൊള്ളാമെന്ന് എനിക്കും തോന്നി. പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല അനുഗ്രഹീതമായി നിൽക്കുമ്പോൾ തന്നെ ആ ചടങ്ങ് നടന്നാൽ അതിൻ്റെ ഐശ്വര്യം മക്കൾക്ക് 2 പേർക്കും ഉണ്ടാവും, അല്ലേ ഏട്ടാ? അടുത്തിരുന്ന് സന്തോഷത്തോടെ സൗദാമിനി പറഞ്ഞതും മഹേന്ദ്രൻ തല ഒന്നാട്ടി. നല്ലൊരു വള പുതിയത് വാങ്ങണമേട്ടാ, അത്യാവശ്യം വിലയുള്ളത്. പഴയ പാരമ്പര്യ വളയുടെ കൂടെ ആ പുതിയ വളയും കൂടെ മോൾക്ക് ഇട്ട് കൊടുക്കണം എനിക്ക്. വൃന്ദ അന്ന് കാർത്തികിൻ്റെ ഭാര്യ സ്നേഹയ്ക്ക് വളയിട്ട് കൊടുത്തപ്പോൾ എന്നെ പുച്ഛത്തോടെ നോക്കിയതാ. അന്ന് ഞാനും പ്രാർത്ഥിച്ചതാ എൻ്റെ ഉണ്ണിയുടെ പെണ്ണുമായി അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകണമെന്ന്. എന്തായാലും എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. സൗദാമിനി വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. മഹേന്ദ്രൻ നോക്കിക്കാണുകയായിരുന്നു അവരുടെ ഉള്ളിലെ സന്തോഷം. അപ്പോഴും അയാളിൽ ഒരു പേടിയുണ്ട്. വൈഭവിൻ്റെ പ്രതികരണം എന്താകുമെന്നോർത്തു. ശിവാമി, നവസിൽ നിന്ന് എത്തിയതുപോലും അറിയാതെ പുറത്തേക്ക് നോക്കി കാറിൽ തന്നെ ഇരിക്കുന്നവളെ വൈഭവ് തട്ടി വിളിച്ചു. ഓ, എത്തിയോ? ഞാൻ എന്തോ ആലോചിച്ചങ്ങിരുന്നു പോയി, ശിവ പറഞ്ഞു. ഏട്ടൻ്റെ കാര്യമാണ് ആലോചിക്കുന്നതെങ്കിൽ അത് വിട്. നമുക്ക് വന്ന കാര്യം നോക്കാം. എൻ്റെ ടൈം അറിയാലോ, 1 മണിക്കൂർ ഇപ്പോൾ തുടങ്ങും. പെണ്ണിൻ്റെ മൂഡൊന്ന് മാറ്റാൻ വേണ്ടി ചെറിയ ഒരു കളിച്ചിരിയോടെ അവൻ പറഞ്ഞു. എന്തോ അവൾ അങ്ങനെ ഗ്ലൂമിയായി ഇരിക്കുന്നത് അവന് പിടിച്ചില്ല. ഓ, ഹിറ്റ്ലറിൻ്റെ പ്രേതം വീണ്ടും കയറി. ചുണ്ടുകൂട്ടി അവനോട് പറഞ്ഞ് അവൾ കാറിൽ നിന്നിറങ്ങി. ഒരു ചിരിയോടെ അവൾക്ക് പിറകെ അവനും. കാറിൻ്റെ ശബ്ദം കേട്ടതും അകത്തുനിന്ന് സേതു മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അച്ഛേ! അയാളെ കണ്ട ശിവ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്താ മുത്തേ ഇത്? പെട്ടെന്നിങ്ങ് പറയാതെ എന്താടാ വന്നേ? ശിവയെ പ്രതീക്ഷിക്കാതെ കണ്ട ആശ്ചര്യത്തിൽ സേതു ചോദിച്ചു. പിന്നെ എൻ്റെ അച്ഛയുടെ അടുത്ത് വരാൻ ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുകയല്ലേ. പിന്നെ ഞാൻ മാത്രമല്ല. ചിരിയോടെ അവൾ പറഞ്ഞപ്പോഴാണ് സേതുവും അവൾക്ക് പിറകെ വരുന്ന വൈഭവിനെ കണ്ടത്. അല്ല, മോനും ഉണ്ടായിരുന്നോ? വാ, അകത്തേക്ക് വാ 2 പേരും. സേതു സന്തോഷത്തോടെ വൈഭവിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി. എവിടെ അച്ഛ എല്ലാവരും? ചിത്തു എവിടെ? ആ, അത് മോളെ, ചിത്തു ജാനകിയമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. അവരിപ്പോൾ എത്തും. മക്കളകത്തേക്ക് വാ, സേതു ഒന്ന് മടിച്ചു പറഞ്ഞു. ചിത്തുവിൻ്റെ വയ്യായികയുടെ കാര്യമൊന്നും ഇതുവരെ ശിവയെ അറിയിച്ചിട്ടില്ല അവർ. അതിൻ്റെ ഒരു പരിഭ്രമം അയാളിലുണ്ട്. ഷോ, അവൾ പോവണ്ടായിരുന്നു. നിനക്ക് കൊതിയായി നിൽക്കുമായിരുന്നു ആ പെണ്ണിനെ ഒന്ന് കാണാൻ, ചുണ്ട് ചുളുക്കി പറഞ്ഞുകൊണ്ട് ശിവ അകത്തേക്ക് പോയി. ചിത്തുവിനെ കാണാൻ പറ്റാത്തതിൻ്റെ ചൊരുക്കാ പെണ്ണിന്. മോൻ വാ, ചിരിയോടെ പറഞ്ഞുകൊണ്ട് വൈഭവിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു സേതു. ചിത്തു. വൈഭവിൻ്റെ മനസ്സിൽ ആ പേര് ഉരുവിട്ടു.